കൊണ്ടുപോകുന്നേ എന്താ പറഞ്ഞത്? എല്ലായിടത്തും കൊണ്ടടക്കും. അങ്ങനെ ഉണ്ടല്ലേ? കരുവാണ്ട് എല്ലായിടത്തും കൊണ്ടടക്കും. കരുവാരക്കുണ്ടല്ലേ റിസോർട്ട്? എന്താണ് ഒക്കെ നിങ്ങൾ ഉദ്ഘാടനം ചെയ്തല്ലേ? ആണല്ലേ? ഇത് നോക്കി സാധാരണ ബിസിനസ് ഒക്കെ വലുതായി വലിയ തിരക്കൊക്കെ ആവുമ്പോഴേ പിന്നെ ഇങ്ങനെയൊന്നും കാണാറില്ല. ചിലപ്പോൾ വലിയ സെലിബ്രിറ്റീസൊക്കെ വന്നിട്ട് അങ്ങനെയൊക്കെയാണ് കാണാറുള്ളത്. നമ്മുടെ സെലിബ്രിറ്റി ഉമ്മ തന്നെയാണ്. നമ്മൾ ഏതൊരു സംരംഭത്തിനും ഉമ്മ തുടക്കം കുറിക്കുക എന്ന് പറയുന്നത് അതിനപ്പുറം ബർക്കത്ത് വേറൊന്നുമില്ല. ഇപ്പോൾ ഇന്നിവിടെ ഞാനൊരു ഫംഗ്ഷന് വന്നതാണ്. വന്നപ്പോൾ കണ്ടൊരു വലിയ മനസ്സ് നിറയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പറ്റിയത്. പിന്നെ നമ്മുടെ സുഹൃത്ത് ഗദ്ദാഫി സാഹിബ് വലിയൊരു ബിസിനസ്സുകാരനാണ്. അതിലുപരി ഒരുപാട് പദ്ധതികൾ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ സജീവമാണെന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഹാപ്പി. ഓക്കെ, കേരളത്തിലുടനീളം അപ്പുറത്തും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ബിസിനസ്സിൽ തന്നെ. എനിക്ക് തോന്നുന്നത് എന്താ ഉമ്മയുടെ പേരെന്താ? ബിയ. ഈ ഉമ്മ ഇദ്ദേഹത്തിൻ്റെ എല്ലാ സംരംഭങ്ങളും തുടക്കം കുറിച്ചു അല്ലേ? ശരിയല്ലേ? ഒക്കെ ഉമ്മേനെ ആണല്ലേ? തീർച്ചയായും അതിനുള്ളൊരു ഇതുണ്ട്. അതിലാണ് വർക്കത്ത്. അതിൻ്റെ ഏറ്റവും ഉമ്മാൻ്റെ കൈയാണ് ഏറ്റവും എൻ്റെ വിജയത്തിൻ്റെ. വേറെ നമ്മൾ പറയല്ലോ സക്സസ് പലതും വായിക്കാറുന്ന്. എൻ്റെ കൈവല്ല ഉമ്മാൻ്റെ ആ കൈ വാക്കുകൾ. ഓക്കെ, എപ്പോഴും അതാണ്. ഏതൊരു പരിപാടി എവിടെ തുടങ്ങിയാലും പ്രൊഡക്റ്റ് വരെ ഇമ്മയാണ് ലോഞ്ച് ചെയ്യല്. അതിൽ നിന്ന് കിട്ടേണ്ട ഒരു ഇത്. ഇന്നിപ്പോൾ ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുള്ളത് മലയിൽ ഫാം ഹൗസിൽ ഒരു ഔട്ട്ലെറ്റ്. അതായത് ഞങ്ങളെ പ്രൊഡക്റ്റുകൾ പല ആളുകളും പലയിടത്തുനിന്ന് ചോദിക്കുന്നത് പൂർണ്ണമായി ഞങ്ങൾക്ക് ഡിസ്പ്ലേ കാണാനും ഇതിനും അങ്ങനെ സംവിധാനം ഇവിടെ ഒരുക്കിയതാണ്. പൂർണ്ണമായി ആളുകളുടെ സൗകര്യാർത്ഥം എല്ലാവർക്കും വരും. അപ്പോൾ എല്ലാവർക്കും കാണാനും കഴിയും. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് കുറേ ഗെയിമുകൾ കാര്യമൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എല്ലാ സംവിധാനം ഉണ്ട്. ഏറ്റവും വലിയ സന്തോഷം അതിലുപരി നിങ്ങൾക്ക് അറിയാലോ, പിന്നെ നമ്മുടെ കാടിൻ്റെ മക്കളെ ആദിവാസി കുടുംബങ്ങളെ മൊത്തം 200ഓളം ആളുകളെ ബസ്സിൽ കൊണ്ടുവന്ന് രാവിലെ മുതലുണ്ട്. ഞങ്ങൾ ഇതിന് അത് ഇമ്മയാണ് അവരെ ഇത് ചെയ്തത്. അവരെ സ്വീകരിച്ച എന്തൊക്കെ സുഖല്ലേ? ഇതിന്റെ അടിയിൽ എന്റെ ആവശ്യത്തിനൊക്കെ ആദ്യം ജയിച്ചു. ഇപ്പൊ അതിന്റെ അടിയിൽ ഒന്നും ഉണ്ടായിക്കാണ്ട് സാറില്ല. അമ്മ പറഞ്ഞത് ഇപ്പൊ ചെറിയൊരു അസുഖം ഉണ്ട് എന്നാ പറഞ്ഞത്. സാറില്ല. ഇത് ഡാൻസേഴ്സിനുള്ള വഹാബ്കയുടെ വക ക്യാഷ് പ്രൈസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ പ്രോഗ്രാം മലയിൽ ഫാം ഹൗസിൽ പ്രിയ സുഹൃത്ത് ഗദ്ദാഫിയുടെ മലയിലിൻ്റെ ഒരു ഔട്ട്ലെറ്റിൻ്റെ ഇനാഗ്രേഷനും അതിനേക്കാളും അട്രാക്റ്റീവായിട്ട് നിലമ്പൂരിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട 200ഓളം വ്യക്തികൾക്ക് അവർക്ക് ഈ പാർക്ക് കാണാനും സൗജന്യമായിട്ട് കാണാനും അവർക്കുള്ള ഭക്ഷണവും എൻ്റർടൈൻമെൻറ്റും വസ്ത്രങ്ങളും മലയിൽ ഗ്രൂപ്പ് നൽകുകയുണ്ടായി. അതിൽ ചടങ്ങിൽ എനിക്കും പങ്കെടുക്കാൻ സാധിച്ചു. പിന്നെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി മലയിൽ ഫാം ഹൗസ് വെറും 100 രൂപയ്ക്ക് എൻട്രി കേട്ടോ. ഒരുപാട് ആക്ടിവിറ്റീസാണ്. സാധാരണക്കാർക്കുള്ള ഒരു മഹത്തായ ഒരു വലിയ പാർക്കാണിത്. അതിമനോഹരമായ സ്ഥലത്താണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ഇന്നത്തെ കാഴ്ച വളരെയധികം സന്തോഷം നൽകുന്നതായിരുന്നു. ഒരുപാടുണ്ട്. ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി ഞാൻ മനസ്സിലാക്കിയ വെറും 100 റുപ്യ അല്ലേ? അത് സാധാരണക്കാരെല്ലാരും വരട്ടെ, എല്ലാരും വരട്ടെ ഉള്ളതാണ്. കാരണം ഇതിലെന്താ ആ 100 റുപ്യക്ക് തന്നെ അവർക്ക് മാക്സിമം നമ്മൾ വാങ്ങേണ്ട പൈസക്ക് അതെ കൊടുക്കണം. അല്ല അവര് തിരിച്ച് ഞാൻ വാങ്ങേണ്ട ഒരു പൈസക്ക് ഒരു ഇത് വേണ്ടേ? മറ്റേ കുട്ടികളെ തിരിച്ചു പോകുമ്പോ എന്ത് ഇതാണെന്ന് ചോദിച്ചാൽ പോകൂടെ? അപ്പൊ നമ്മള് ഇപ്പൊ എന്താ ചെയ്തേക്കണ്ട അറിയാം. ഞങ്ങള് കാട്ടിക്കണ്ടേ ഇന്ന് കൊടുന്ന് ഞങ്ങള് പ്രത്യേക ഒരു ഇതൊക്കെ ഞങ്ങള് മൂപ്പനെ ആദരിച്ച മാതിരി ഫുള്ള് ആദരിച്ചു. ഒരു മാല ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആദരിച്ചില്ലേ? ഭയങ്കര സൂപ്പർ ആയില്ലേ? അല്ല ഞാനേ ഞങ്ങള് എന്താ പരിപാടി അറിയാം. പിന്നെ ഞങ്ങള് ഓണപരിപാടിക്ക് അവിടെ പോയിരുന്നു. അപ്പൊ ഞങ്ങള് എന്റെ റിസോർട്ടിന് പാർക്കിനൊക്കെ പറ്റി പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇവര് പറഞ്ഞു ഞങ്ങക്ക് കാണണം പറഞ്ഞ നീച്ചുന്ന സാധനം ഇതാണ്. ആദ്യമായിട്ട് പറഞ്ഞ മാഞ്ചേരി കോളനി, നെടുങ്കയം കോളനി. അപ്പൊ നിങ്ങൾ അവിടെ പോയപ്പോ ഇവരെ കണ്ടു? ഇവരിങ്ങനെ ഇങ്ങനെ കണ്ടിട്ടില്ലേ നേരത്തെ? ആദ്യമായിട്ട് ഇറങ്ങാണ്. അടിപൊളി. 200ഓളം ആളുകളെ അത്രയും ബസ്സുകൾ വിളിച്ചു കൊണ്ടുവന്ന് ഇവിടുന്ന് രാവിലെ കൊണ്ടുവന്ന് ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു കൊടുക്കി. എങ്ങനെയുണ്ട് ഇവിടെ? എത്ര ആളുണ്ട്? 200 ആൾക്കാരെ കൊണ്ടുവന്നു. ഓലെ ഫുള്ള് കാണിച്ച് പിന്നെ രാത്രി ചിലപ്പോ നിക്കുകയാണെങ്കിൽ നിന്നോട്ടല്ലേ, 4 ദിവസം നിന്നിട്ട് പോകാം. ഈ ട്രൈബ്സിന്റെ കാര്യത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധ ഫുൾ ടൈം അധിക സമയം ട്രൈബ്സിന്റെ കൂടെയാണ്. അതാണ് മൂപ്പര് ഏറ്റവും സന്തോഷം തരുന്ന സംരംഭം.